തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഒരു ലൈംഗിക അതിക്രമ കേസുണ്ടായി. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ലൈംഗിക അതിക്രമമല്ല. 200 സ്ത്രീകളെയാണ് ലൈംഗികമായി ഉപദ്രവിക്കുകയും 213 അവരുടെ ആ ദൃശ്യങ്ങൾ പുറത്തു വിടുകയും ചെയ്തു. വ്യാപകമായി അത് പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും ദൃശ്യങ്ങൾ പുറത്തു വിട്ടു ഈ പ്രതികൾ. 2016-നും 2019 ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി അവർ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനെയുള്ള ആളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിധി ഇപ്പോൾ വരുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? GR നന്ദിനി ദേവി കോയമ്പത്തൂർ മഹിളാ കോടതി പ്രത്യേക കോടതി ഉണ്ടാക്കിയിരിക്കുക ഇതിനു വേണ്ടിയിട്ട്. പ്രത്യേക കോടതി ഉണ്ടാക്കിയതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം. വളരെ സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു ക്രൈം. അതിൻ്റെ പാറ്റേൺ തന്നെ അങ്ങനെയാണ്. 213 സ്ത്രീകൾ 213 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ കോളേജ് വിദ്യാർത്ഥിനികൾ മുതൽ ജോണേട്ടൻ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് വരെ വരുന്ന വിഭാഗം. അതായത് ഒരാൾ ഒരു സ്ത്രീയെ എന്താ പറയുക വശത്താക്കുന്നു, പിന്നെ ബാക്കിയുള്ളവർ കൂട്ടം ചേർന്ന് ഉപദ്രവിക്കുന്നു. വല്ലാത്തൊരു പാറ്റേൺ ആണിത്. അതായത് ഒരു സ്ത്രീയെ ഈ പറയുന്ന തിരുനാവുക്കരശ് അവനാണ് ഇതിൻ്റെ സൂത്രധാരൻ. യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്, ഒന്നാം പ്രതി എന്ന് പറയുന്നത് N. ശബരിരാജൻ. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വശത്താക്കിയത്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഈ തിരുനാവുക്കരശിൻ്റെ വീട്ടിലേക്ക്, ഫാം ഹൗസിലേക്ക് ഈ സംഘത്തിലെ ഓരോരുത്തരും വശത്താക്കുന്ന യുവതികളെയും സ്ത്രീകളെയും കൊണ്ടുവന്ന് ഇവരുടെ കാര്യം കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഇതിൻ്റെ ദൃശ്യം ചിത്രീകരിച്ചു എന്നും പറഞ്ഞു വന്ന് പിന്നീട് ഭീഷണിപ്പെടുത്തി ബാക്കിയുള്ളവർ ഉപദ്രവിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. വല്ലാത്തൊരു രീതിയാണ് ഇത്. ഇതേ കാര്യം ഇവിടെ അനുകരിക്കപ്പെട്ടു. ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയൊരു അപകടവും ഇരിപ്പുണ്ട്. ഇവിടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ സമാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായി. ഇതേ പാറ്റേൺ പിന്തുടർന്നിട്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു യുവതിയെ അവരുടെ കാമുകൻ റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും റബ്ബർ തോട്ടത്തിൽ വെച്ച് അവരെ ഉപദ്രവിക്കുകയും ഇത് കണ്ടു എന്ന് പറഞ്ഞ് ഒരുത്തൻ ആദ്യം വരുന്നു. പിന്നെ രണ്ടാമത് വേറൊരുത്തൻ വരുന്നു. അവൻ ഈ രണ്ടാമത് വരുന്നവൻ്റെ അവൻ പറയുന്നത് അവൻ ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയാണെന്ന്. ആ രാത്രിയിൽ ഇവർ കഴിഞ്ഞ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമ, മറ്റവൻ ഇത് കണ്ടു എന്ന് പറഞ്ഞത്. ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. അതേ രീതിയാണ് ഇവരും തുടർന്നത്. ഇതിനകത്ത് പ്രതികൾ എന്ന് പറഞ്ഞാൽ N. ശബരിരാജൻ. 2016-18 വരെയാണ് ഇതിൻ്റെ കേസ് ഉണ്ടാകുന്നത്. 2016 മുതൽ 18 വരെ 213 സ്ത്രീകൾ, അവരുടെ എല്ലാം വീഡിയോ പുറത്തു വന്നു, ദൃശ്യങ്ങൾ എല്ലാവരുടെയും പുറത്തു വന്നു. ഏതാണ്ട് 150-ന് മുകളിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ തമിഴ്നാട് കോയമ്പത്തൂർ പൊള്ളാച്ചി മേഖലയിൽ പോലീസ് തന്നെ ആളുകളുടെ ഫോൺ വാങ്ങി പരിശോധിച്ചു തുടങ്ങി. ഈ ദൃശ്യങ്ങളുള്ള ഫോണുകളൊക്കെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോലീസ് പോയി. ഇത് കേസ് CBCIDക്ക് ആദ്യം വിട്ട കേസാണ്. 2019 മാർച്ച് 12-ന് CBCIDക്ക് വിട്ടു. CBCID അന്വേഷിച്ചു. അതിനുശേഷം ഈ കേസിന്റെ ഗൗരവം വെച്ചിട്ട് ഇത് CBIക്ക് വിട്ടു. ഏപ്രിൽ 25 പുറത്തു വന്ന രീതി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് 2019 ഫെബ്രുവരി 24 പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി ഒരു 2 വീലർ ഓടിച്ചു കൊണ്ടുവന്നു. ആ 2 വീലർ ഓടിച്ചു കൊണ്ടുവന്ന യുവതി നേരെ അവിടുത്തെ ഇൻസ്പെക്ടർക്ക് മുന്നിലേക്ക് ചെന്നിട്ട് അവരൊരു ദൃശ്യം ഈ ഇൻസ്പെക്ടറെ കാണിച്ചു. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ ദൃശ്യം കാണിച്ചതെന്ന് വെച്ചാൽ ധാരാപുരം റോഡിൽ വെച്ച് ഈ വന്നിരിക്കുന്ന യുവതിയെ 5 പേർ ചേർന്ന് ഒരു ഫോർച്യൂണർ കാറിൽ വെച്ച് ഉപദ്രവിക്കുന്നതാണ് ആ ദൃശ്യം. അത് വ്യാപകമായി പ്രചരിച്ച ദൃശ്യമാണ്. 5 പേരാണ് അതിലുണ്ടായിരുന്നത്. ഒരാൾ വണ്ടി റൺ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വെച്ച് 5 പേര് ഉപദ്രവിക്കുന്നു. അതാണ് ആ ദൃശ്യത്തിലുള്ളത്. അപ്പോൾ ആ ദൃശ്യം കാണിച്ചു. ആ ദൃശ്യത്തിൽ കാണുന്ന യുവതി തന്നെയാണ് ഈ ധാരാപുരം റോഡിൽ വെച്ച് ഈ ഉപദ്രവിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ കേസ് അങ്ങോട്ട് FIR ഇട്ട് പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് FIR ഇട്ട് ആരംഭിച്ച കേസിൽ 3-ാമത്തെ ദിവസം, അതായത് 72 മണിക്കൂർ തികയും മുമ്പ് തന്നെ 8 പേർ കൂടി പരാതിയുമായി എത്തി. പിന്നീട് അങ്ങോട്ട് ധാരാളം പരാതികൾ വരാൻ തുടങ്ങി. ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. പെട്ടതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. അവരും പുറത്തു പറഞ്ഞില്ല. ഇവരെല്ലാവരും പോയി ചതിയിൽ വീണുപോയതാണ്. അതിൽ N. ശബരിരാജൻ, രണ്ടാം പ്രതി K. തിരുനാവുക്കരശ്, 3
എം സതീഷ്, 4 ടി വസന്തകുമാർ, പിന്നെ ആർ മണി, പി ബാബു, ടി ഹരോണിമസ് പോള്, പിന്നെ കെ അരുളാനന്ദമാണ് ADMKയുടെ നേതാവ്. അറിയോ? ശരി. അരുളാനന്ദം ADMKയുടെ വലിയ നേതാവ്, വലിയ നേതാവ് അയാൾ, കെ അരുളാനന്ദം. പിന്നെ എം അരുൺകുമാർ. 8 പേരുണ്ട് മൊത്തം. അതെ, ഇത്രയും പ്രതികളുണ്ട്. ഇത്രയും പ്രതികൾ, പിന്നെ 9 പ്രതികൾ, 9 പ്രതികളുണ്ട് മൊത്തം. 9 പ്രതികളും ചേർന്ന് സംഘമായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊള്ളാച്ചി മേഖലയിലെ ഏതാണ്ട് ഒരു 40 കിലോമീറ്ററിനകത്തുള്ള ഏതാണ്ട് ഒരു വശീകരിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് തോന്നിയ എല്ലാവരെയും അവർ വശീകരിച്ചു. അതിനുവേണ്ടി വിവിധ വാഹനങ്ങൾ ഉപയോഗിച്ചു, ഹമ്മർ അടക്കം ഉപയോഗിച്ചു. ഇവരുടെ രീതി അതായിരുന്നു. ഈ അരുളാനന്ദമൊക്കെ വന്നിറങ്ങുന്ന ഹമ്മറിലൊക്കെ ആയിരുന്നു. ഈ ചില സ്ത്രീകൾക്ക് ഇത്തരം വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കമ്പം തോന്നും. അവർ ഹമ്മറിലൊക്കെ വന്നിറങ്ങിയിട്ട് ഹമ്മർ, പിന്നെ ഫോർച്യൂണറിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഫോർച്യൂണറിലാണ്, ആ വണ്ടിക്കകത്ത് വെച്ചാണ് ഈ ഉപദ്രവം നടക്കുന്നത്. നമ്മൾ കണ്ട് ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പരാതിയിലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന നമ്പറിലുള്ള ഫോർച്യൂണർ കാറിൽ വെച്ച്, വൈറ്റ് ഫോർച്യൂണറിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചു. അതിന് മുന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു എന്ന്. അതാണ് അത് വലിയ വിവാദമായത്. ഈ പരാതി അത്രയും അന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള DMK ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം ആ പരാതിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്. തന്നെ ഉപദ്രവിച്ച കാറിൻ്റെ മുൻവശത്ത് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു എന്നാ യുവതി പറയുന്നു. അതാണ് അതോടുകൂടി അവരേറ്റെടുത്തു. അതോടുകൂടിയാണ് ഇത് കത്തിക്കേറിയത്, തീ പിടിച്ചത്. ആ കേസിലാണ് ഇവർ എത്രയും പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നന്ദിനി ദേവിയെ കരൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്ന ജഡ്ജിയാണ് നന്ദിനി ദേവി. അപ്പോൾ നന്ദിനി ദേവിയെ ഈ വിധി പറയുവാൻ വേണ്ടി മാത്രം, ഈ കേസിൽ വിധി പറയാൻ വേണ്ടി മാത്രം കോയമ്പത്തൂർ മഹിളാ കോടതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുക. അവരാണ് ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം സ്ത്രീകളെ ഉപദ്രവിച്ച കേസിലെ വിധി പറയാൻ പോകുന്നതും ഒരു വനിതയാണ് എന്നുള്ള കേസിലെ പ്രത്യേകതയുണ്ട്. മാത്രമല്ല CBI ഏറ്റെടുത്ത് അന്വേഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ റേപ്പ് കേസിലൊന്നാണ് പൊള്ളാച്ചി കേസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ വലയിലാക്കുക, പിന്നീട് അത് ഭാഗം ചെയ്ത് കൊടുക്കുക, ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം പകർത്തുവാൻ വേണ്ടിയുള്ള ആളും റെഡിയായിരുന്നു. ഈ സ്ത്രീകൾ ഇത് ശ്രദ്ധിച്ചില്ല. ദൃശ്യം പകർത്തിയ ശേഷം ഈ ദൃശ്യവുമായി കയറി വന്നിട്ടാണ് പിന്നീടുള്ള ഉപദ്രവം ഉണ്ടായിരുന്നത്. അതിൽ അവർ തന്നെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദൃശ്യത്തിലെ പുരുഷന്മാരുടെ മുഖങ്ങളെല്ലാം തന്നെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ബ്ലർ ചെയ്തിട്ട് നിങ്ങളുടെ ദൃശ്യം മാത്രം പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പേര് ചേർന്ന്. അതിൽ ഒരുപാട് ഈ പറയുന്ന അന്നത്തെ പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്ന യുവതി എന്തുകൊണ്ട് പരാതി കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഇതേ ദൃശ്യം കാണിച്ച് കൂടുതൽ പേരിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു, ഭീഷണിപ്പെടുത്തി. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ യുവതിയുടെ സഹോദരനെ ഇവർ ആക്രമിച്ചു. ആ പയ്യന്റെ കൈ തല്ലിയൊടിച്ച് കളഞ്ഞു ഈ പരാതിക്കാരിയുടെ. പരാതി കൊടുത്തതിന് ശേഷം ആ കേസിൽ അരുളാനന്ദം അകത്തു പോയതിന് പിന്നാലെ ADMKയുടെ പ്രവർത്തകർ ചേർന്ന് ഈ യുവതിയുടെ സഹോദരന്റെ ഒരു കൈ അടിച്ചോടിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം കൂടി ഈ കേസിനകത്ത് ഉണ്ട്. രാജ്യത്ത് CBI അന്വേഷിച്ച ഏറ്റവും വലിയ കേസുകളിൽ ഒന്നെന്ന് പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ വലിയ 213 പേരെന്ന് പറയുമ്പോൾ തന്നെ അത് എന്തൊരു കുറ്റകരമായ ക്രൈമാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവര് സ്കെച്ച് ഇടുമായിരുന്നു. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും സ്കെച്ച് ഇടും. ഓരോ യുവതികളെ സ്കെച്ച് ഇട്ടിട്ട് അവരിലേക്ക് എത്തപ്പെടും. അവരിലേക്ക് പോകേണ്ട ആളെ പറഞ്ഞു വിടും. ഈ പറയുന്നതിൽ ആരെങ്കിലും ഒരാൾ പോയി അവരെ ഏതെങ്കിലും രീതിയിൽ വശത്താക്കും. പിന്നീടാണ് ഈ പറയുന്ന തിരുവാക്കരച്ചിൻ്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ദൃശ്യം പകർത്തുവാൻ വേണ്ടിയുള്ള ആളും റെഡിയായിരിക്കും. ദൃശ്യം പകർത്തിയ ശേഷമാണ് പിന്നീട് ചൂഷണം എന്ന് പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നത്. അത് വ്യാപകമായി നടന്നു. അതിൽ ഒരാൾ പരാതിക്കാരിയായി വന്നപ്പോൾ ധാരാളം പേർ പരാതി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി. ഭീഷണി, പക്ഷെ അത് പരാതി കൊടുത്തു ഇത് കേസായതിന് തൊട്ട് പിന്നാലെ വ്യാപകമായി അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആദ്യം കുറച്ച് പേരുടെയൊക്കെ വന്നിട്ടുള്ളായിരുന്നു. പരാതികൾ കൊടുത്തവരുടെ എല്ലാം തന്നെ പിന്നീട് പുറത്തു വിട്ടു. അതോടുകൂടി പിന്നെ കൂടുതൽ പരാതിക്കാർ പിന്നെ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തു വെച്ചത്. പക്ഷേ വ്യാപകമായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോയമ്പത്തൂർ പൊള്ളാച്ചി മേഖലയിൽ വ്യാപകമായി പോലീസ് ഇറങ്ങി നിന്ന് ഈ കുട്ടികളുടെ അടക്കം ഫോൺ പിടിച്ചു പറിച്ച് ഇത് പരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പുരുഷന്മാർ കൂട്ടം കൂടി നിൽക്കുന്ന തമ്പടിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ ചെന്ന് പോലീസ്
അവരുടെയൊക്കെ ഫോൺ മേടിച്ച് പരിശോധിച്ച് തുടങ്ങി. ഈ ദൃശ്യമുണ്ടെങ്കിൽ അത് പിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ. ഈ ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അത് ഇവരാരും എനിക്ക് തോന്നുന്നു അതിൽ 2 പേര് സൂയിസൈഡ് ചെയ്തു. ഇരകളിൽ 2 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഈ വന്ന കാലത്തൊന്നും ഡിലീറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. റിക്കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ദൃശ്യമൊക്കെ, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. നമ്മളിനിപ്പോൾ എന്തൊക്കെ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാ പറഞ്ഞാലും ഈ സാധനം നമുക്ക് നിമിഷ നേരം കൊണ്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് എടുക്കാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ഞാൻ പണ്ട് ഇത് പറയുമ്പോഴാണ് ഒരു ദൃശ്യമല്ലോ പുറത്ത് അല്ലല്ല പിന്നെ മലയാളത്തിലൊരു വലിയ കവി. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ കവിത എല്ലാ ആഴ്ചയും ഇങ്ങനെ ഇടും. ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഇടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോൾ എൻ്റെ ഒരു കവിത ആ ആഴ്ച ആ ദിവസം അദ്ദേഹം എടുത്തിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോ കിട്ടും. കാരണം എൻ്റെ പ്രൊഫൈൽ ലോക്കാണ്, ഫോട്ടോ കിട്ടാൻ മാർഗ്ഗമില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഈ കവി ഇന്നത്തെ കവി ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ. അങ്ങനെ എന്നെ വിളിച്ചു, കവിത ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷം. ഞാൻ സാറേ ഫോട്ടോ എങ്ങനെ, അത് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ലോക്ക് ചെയ്തിടരുത് കേട്ടോ, ഫോട്ടോ പിന്നെ ഞാൻ അത് റെഡിയാക്കി എടുത്തു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലോക്ക് ചെയ്തിട്ടാലും പൊളിക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്. അല്ല ഇനിയിപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മളിനി ലോക്കെന്നല്ല എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊക്കെ നിമിഷ നേരം കൊണ്ട് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ബുദ്ധിയുള്ള ഒരു അത് മാത്രമല്ല ഇത് ആപ്പുകളുമായിട്ട് രംഗത്തിറങ്ങി യൂട്യൂബ് വീഡിയോ ചെയ്യില്ലേ ആളുകൾ, അങ്ങനെ കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെ ആപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ അതിനൊന്നും കാര്യമാക്കിയൊന്നും ചെയ്യരുത്. ഞാൻ ഇന്നാൾ പറഞ്ഞു, കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞത് നമ്മൾ AI എന്ന് പറഞ്ഞേക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം നിർമ്മിച്ചാണെന്ന് പറഞ്ഞാൽ ഞാനല്ല, AI പ്രകാരം എന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞേക്കണം. അല്ലാതെ ഇതൊന്നും നോക്കിയിട്ട് ഇതൊന്നും മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും മൈൻഡ് ചെയ്തിട്ട് ഇപ്പം യാതൊരു കാര്യമില്ല. ഇപ്പം മുമ്പായിരുന്നത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് ഒരു നെയ്യാറ്റിങ്കര സ്വദേശിനിയായിട്ടുള്ളൊരു യുവതിയാണെന്ന് തോന്നുന്നു. നെയ്യാറ്റിങ്കരയാണോ പാറശാലയാണോ എന്ന് ഓർമ്മയില്ല. കോളേജിൽ തിരുവനന്തപുരത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ ഇതുപോലെ ദൃശ്യം പുറത്തു വന്നു. അത് കയറി ഹാങ് ചെയ്തു, തൂങ്ങി മരിച്ചു കളഞ്ഞു. അതൊരു 2013 കാലഘട്ടത്തിലായിരുന്നു എൻ്റെ ദൃശ്യം പുറത്തു വന്നു. അത് സൂയിസൈഡ് ചെയ്തു ആ കുട്ടി. അത് ഇതിൻ്റെ തന്നെ ലവർ തന്നെ അത് ചെയ്തു വെച്ചാൽ അവൻ്റെ മുഖമില്ല, താനും അവൻ്റെ മുഖവുമില്ല. അവനത് ചെയ്തിട്ട് അത് അവൻ്റെ സുഹൃത്തിനെ കാണിച്ചു. ഇവൻ മദ്യപിച്ചിരുന്ന സമയത്ത് സുഹൃത്ത് ഇവൻ്റെ ഫോണിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്തു. അങ്ങനെയാണ് പുറത്തു പോകുന്നത്. അങ്ങനെ ഇവൻ അറിയാതെ തന്നെ അത് പുറത്തു പോയി. അവൻ അറിയാതെ തന്നെ ഇവൻ കാണിച്ചു. അത് മറ്റവനെടുത്ത് ഇവൻ മദ്യപിച്ചിരുന്നപ്പം മറ്റവൻ ഇവൻ്റെ ഫോൺ എടുത്ത് അന്ന് ബ്ലൂടൂത്ത് വഴിയുള്ള സെൻഡേ ഉള്ളൂ. അവൻ ബ്ലൂടൂത്ത് വഴി അവൻ്റെ ഫോണിലേക്ക് അതും കയറ്റി. എന്നിട്ട് അവൻ അതെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്തു. പിന്നെ അത് വ്യാപകമായി. സനാകുട്ടി ആത്മഹത്യ ചെയ്തു. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇനി പാറശാലയാണോ നെയ്യാറ്റിൻകരയാണെന്ന് ഓർമ്മയില്ല. തിരുവനന്തപുരം സ്വദേശിനിയാണ് ആ പെൺകുട്ടി. അപ്പോൾ ആത്മഹത്യ ചെയ്തു. അന്നത്തെ കാലം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്നെപ്പറ്റി ഇതൊക്കെ കണ്ടു പോകാൻ പറയണമെന്നേ. ഈ നാട്ടിൽ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഇത് നേരിടാൻ തൻ്റെ ഇടമൊക്കെ സ്ത്രീകൾക്കായിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. ലൈംഗികത എന്ന് പറയുന്ന ഒന്നും തെറ്റൊന്നുമല്ല. അല്ലല്ല, അത് ഉഭയസമ്മർദ്ദപ്രകാരമുള്ള ലൈംഗികത എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അയ്യോ ഞാൻ എൻ്റെ ഒരു ദൃശ്യം ഇങ്ങനെ പുറത്തു വന്നേന്നും പറഞ്ഞ് നടന്നിട്ട് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. പോയി പണി നോക്കാൻ പറയണം. നീ എടുത്ത് അതാ ഇപ്പോൾ പുറത്തുവിടുന്ന് പറഞ്ഞാൽ എടാ വട അവിടെ നിന്ന് പറയണം. ശരി.